കേൾക്കുക നാം, കാക്കുക നാം ജീവന്റെ വാക്യങ്ങൾ. കേൾക്കുക നാം, കാക്കുക നാം ജീവന്റെ വാക്യങ്ങൾ. ഞങ്ങളെ സ്വർഗീയ പിതാവേ, ഞങ്ങൾക്ക് നൽകിയ ഒരു നല്ല ദിവസത്തിനായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന ഈ 2025 വർഷം ഏപ്രിൽ മാസം 25 തീയതി വെള്ളിയാഴ്ച ദിവസത്തിൽ കടന്നു അങ്ങ് സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും വിവിധ വിഷയങ്ങളോട് പ്രാർത്ഥിപ്പാൻ ഇടുനിൽപ്പാൻ ഞങ്ങളുടെ ആത്മാവ് ഞങ്ങളെ ബലപ്പെടുത്തി കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്ന കർത്താവിന്റെ സംരക്ഷണം, ഞങ്ങളുടെ ദയ, ഞങ്ങളുടെ വിശ്വസ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം നിമിഷങ്ങളെല്ലാം അനുഭവിപ്പാൻ ഞങ്ങളോട് കാണിച്ച കരുണയോർത്ത് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന സഭയായി കർത്താവ് ഉള്ളം കയ്യിൽ വഹിച്ചല്ലോ. കുഞ്ഞുങ്ങൾക്കായി, യൗവനക്കാർക്കായി, സഹോദരി സഹോദരന്മാർക്കായി, വാർത്തലാക്കുന്ന മാതാപിതാക്കൾക്കായി, രോഗികൾക്കായി, കർത്തദാസന്മാർക്കായി സ്തോത്രം ചെയ്യുന്ന എല്ലാവരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ പ്രവൃത്തിക്കായി സ്തോത്രം. അല്പസം ഞങ്ങളുടെ വചനം സ്തോത്രത്തിന് മുമ്പാകുന്നതായിരിക്കുമ്പോൾ കർത്താത്മാവ് സംസാരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് പകൽ നടത്തപ്പെടുന്ന എല്ലാ ആത്മീയ കൂട്ടങ്ങളും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. ദൈവപ്രവൃത്തിക്കായി സ്തുതിക്കുന്നു, പ്രാർത്ഥനായി സ്തോത്രം. സകലം ഞങ്ങൾക്ക് ജീവൻ നൽകിയ ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ. കടന്ന എല്ലാ കർത്തദാസന്മാർക്കും ദൈവമക്കൾക്കും യേശുക്രിസ്തുവിന്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. ദൈവസന്നിധിയിൽ ഒരു ദിവസം കൂടി കർത്താവിനെ സ്തുതിക്കുവാനും സ്തോത്രം ചെയ്യുവാൻ കർത്താവ് നമുക്ക് നൽകിയ ആയുസ്സും ആരോഗ്യത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ഈ 2025 വർഷം ഏപ്രിൽ മാസത്തിലെ അവസാനത്തെ ദിവസങ്ങൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോട് ഉപാസത്തോടെ ഇരിപ്പാൻ കർത്താവ് നൽകുന്ന കൃപകൾക്കായി സ്തോത്രം ചെയ്യുന്ന എനിക്കും ഇന്ന് പകൽ വരുവാൻ കർത്താവ് നൽകിയ സാവകാശ ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുന്നു. ദൈവസഭയെ കർത്താവിന്റെ വചനം പറയും പോലെ ഒരുക്കമുള്ള ജനത്തെ കർത്താവിനോട് ഒരുക്കുവാൻ കർത്താവ് നൽകിയ മാത്യു പാസ്റ്ററും അതുപോലെ ശൈലിയാനിക്കും കുടുംബമായി നൽകിയ ആ ശുശ്രൂഷയെ ഇന്നുവരെ ചെയ്യുവാൻ അവർ ദൈവത്തിന് ആത്മാവ് സഹായിച്ച് കൃപകൾക്കായി ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുന്നു. വീണ്ടും അതിൽ വർദ്ധിച്ചുവിടാൻ കർത്താവ് സഹായിക്കുന്ന ദൈവസഭ അവരോട് ചേർന്ന് നിന്ന് അതേ കർത്താവിന് വേണ്ടി അധ്വാനിപ്പാൻ ദൈവസഭ ചെയ്യുന്ന എല്ലാ അധ്വാനങ്ങൾക്കായി കർത്താവ് നിങ്ങളെ ധാരാളം അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യട്ടെ. വേഗത്തിൽ 1-2 കാര്യങ്ങൾ ഓർപ്പിച്ചിരിപ്പാൻ ആഗ്രഹിക്കുകയാണ്. സ്തോത്രം. അതേ ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യം നമ്മൾ വായിക്കുന്നത്. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 4-ാം വാക്യം വായിക്കുന്നത്, വെളിച്ചം നല്ലതെന്ന് ദൈവം കണ്ട് വെളിച്ചവും ഇരുളും തമ്മിൽ വേർപിരിച്ചു. സ്തോത്രം. വെളിച്ചം നല്ലതെന്ന് ദൈവം കണ്ടു. ദൈവം കണ്ട കാര്യം നല്ലതായിരുന്നു, ദൈവം ഉണ്ടാക്കിയത് സകലം നല്ലതായിരുന്നു. പക്ഷെ വചനം പറയാണ് ദൈവം ആ നല്ലതിനെ കണ്ടിട്ട് വേർപിരിച്ചു. വേർപാട് നമുക്കറിയാം. പാസ്റ്റർ ഇപ്പോൾ പറഞ്ഞ പോലെ സ്തോത്രം അനുഭവിച്ചാൽ ഞാൻ ഒട്ടും പറയാൻ ആഗ്രഹിക്കുന്നില്ല. സ്തോത്രം. പക്ഷെ വേർപാട് അത് മാനുഷ്യമായ ശരീരത്തിലെ വേർപാട് ദുഃഖമാണ്. പക്ഷെ ഇവിടെ പറയാണ് ദൈവം നല്ലതെന്ന് കണ്ടിട്ട് നല്ലതിനെ വേർപിരിച്ചു. പ്രൈസ് ദി ലോർഡ്. വെളിച്ചം നല്ലതാകുന്നു, പക്ഷെ അതിലും നല്ലത് ഇരുട്ട് വരുമ്പോഴാണ് വെളിച്ചത്തിന്റെ ഭംഗി. ഇരുട്ടിന് ഭംഗിയുണ്ട്. ഇരുട്ടിന്റെ ഭംഗി മനസ്സിലാക്കണമെങ്കിൽ വെളിച്ചം ഉണ്ടായാലേ പറ്റുള്ളൂ. മറുവശം വെളിച്ചത്തിന്റെ ഭംഗി മനസ്സിലാക്കണമെങ്കിൽ ഇരുട്ടുണ്ടായാലേ അത് ശരിയാവുള്ളൂ. അതുകൊണ്ട് ദൈവം ചെയ്ത് വേർപിരിച്ചു. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. വേർപാടുകൾ, വേർപിച്ച അനുഭവങ്ങള് ഉൽപ്പത്തി മുതൽ വെളിപ്പാട് പുസ്തകം വരെ ഉണ്ട്. വെളിപ്പാട് പുസ്തകം വരുമ്പോ പറയാണ് ഇനി അവിടെ വെളിച്ചമില്ല, കാരണം ദൈവം താൻ തന്നെ അവർക്ക് വെളിച്ചമായിരിക്കും. പ്രൈസ് ദി ലോർഡ്. ഇനി അവിടെ ചെല്ലുമ്പോൾ ഇനി സൂര്യനില്ല, ചന്ദ്രനിൽ ഒന്നും വേണ്ട, കാരണം നമ്മുടെ കർത്താവ്, എന്റെ രക്ഷകൻ, നമ്മുടെ രക്ഷകൻ യേശു ക്രിസ്തു, അവൻ തന്നെ അവിടെ അവൻ ഹല്ലേലൂയ അതേ സൂര്യനായിരിക്കും, താൻ തന്നെ വെളിച്ചമായിരിക്കും. അഗ്നിജ്വാലക്കൊത്ത കണ്ണുള്ളവൻ, മാനത്ത് പൊൻകച്ച കെട്ടിയവൻ, സൂര്യൻ ശക്തിയോടെ പ്രകാശിക്കുന്ന മുഖമുള്ള കാന്തനെ കാണാനുള്ള നാളുകൾ ഇനി ഏറെയില്ല. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. അതിനുവേണ്ടി ദൈവത്തിനാത്മാവ് ഈ ദിവസങ്ങൾ നമ്മളെ അതിനുവേണ്ടി സഹായിക്കും, അതേ ഒരുക്കുകയും ചെയ്യട്ടെ. അതേ ഹേ മരണമേ നിന്റെ ജയം എവിടെ എന്ന് ധൈര്യത്തോടെ പറയുവാൻ ഈ നാളുകളിൽ ദൈവസഭ ബലം ഏറ്റെടുക്കട്ടെ. കാരണം നമ്മളെ പിതാക്കന്മാർ പറഞ്ഞതാ, പക്ഷെ നമ്മളിപ്പോ പേടിച്ചിരിക്കുക. നമ്മളെ പിതാക്കന്മാര്, അത് അപ്പച്ചന്മാരായിക്കോട്ടെ, അമ്മച്ചന്മാരായിക്കോട്ടെ, അച്ഛനായിക്കോട്ടെ, അമ്മമ്മ ആയിക്കോട്ടെ, പേരറിയപ്പെടാത്ത അതേ അനേകർ ഈ ഇടയാളമുറയിൽ അവിടെ പറഞ്ഞതാ ഹേ മരണമേ നിന്റെ ജയം എവിടെയെന്ന്. അവരുടെ തലമുറയോ മരണത്തെ പേടിച്ച് ഓടി നടക്കുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതേ ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി ഒരു രാത്രി ദൈവം ഉണ്ടാക്കി. ആ രാത്രിയിൽ 30 ലക്ഷം ജനത്തെ ദൈവം നടത്തി. 30 ലക്ഷം ജനത്തെ
ദൈവം രാത്രി നടത്തി. പകലല്ലല്ലോ, പകലല്ല. അവൻ രാത്രിയിൽ 30 ലക്ഷം ജനത്തെ അവൻ ചെങ്കൽപ്പാറയിൽ കൂടി നിർത്തി. രാത്രി കാലങ്ങളിൽ പലപ്പോഴും നിങ്ങൾക്കും എനിക്കും ദുഃഖമായി തീർന്നിട്ടുണ്ട്. ഈ രാത്രി എങ്ങനെ കഴിയും, ഈ രാത്രി എങ്ങനെ തീരും, ഈ രാത്രി എങ്ങനെ മാറും എന്ന് നമ്മൾ ചിന്തിച്ച സമയങ്ങളിൽ ദൈവത്തിന് ആത്മാവ് ശക്തി പകർന്ന്, കൃപ പകർന്ന്, ഞാൻ നിന്നോട് കൂടെയുണ്ട് എന്ന് ധൈര്യപ്പെടുത്തി ആ രാത്രി മുഴുവൻ കഴിയുമാറാക്കി. സ്തോത്രം. അനേകം നാളുകള് സ്തോത്രം അതേ രാത്രികളിൽ ഞാൻ കരഞ്ഞിട്ടുണ്ട്. സ്തോത്രം. കഴിഞ്ഞ ദിവസം KO വർഗീസ് പാസ്റ്റർ അപ്പച്ചനെ വിളിച്ചപ്പോൾ അപ്പച്ചൻ 92 വയസ്സ് 93 വയസ്സുള്ള അപ്പച്ചൻ എന്റെ ഭാര്യയോട് പറയാണ്, മോളെ ഇന്നും ഞാൻ കരയാണ്. കാലിലെ മുറിവ് ഇതുവരെ ഉണങ്ങിയിട്ടില്ല, ചികിത്സ ചെയ്തിട്ടില്ല. 40-50 വർഷമായി ഞാൻ ഇന്നും കരയുന്നു. കാരണം എന്താണ്? ശരീരത്തിലെ വേദനകളുണ്ട്. പക്ഷെ ഒരിക്കലും എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി ചെയ്തത് അത് പ്രയാസമാണെങ്കിലും ഞാൻ കുറ്റം പറഞ്ഞിട്ടില്ല, അവനെ തള്ളി പറഞ്ഞിട്ടില്ല. ഞാൻ എന്നെ മാത്രമല്ല എൻ്റെ ഭാര്യയെ ശുശ്രൂഷിക്കുന്നു. ടീച്ചറുണ്ട്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. രാത്രി സമയങ്ങളിൽ നമുക്ക് വേണ്ടി ഇറങ്ങി വന്ന കർത്താവ് പലരും പറയുന്നു 30 ലക്ഷം ജനം രാത്രി നടത്തി. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. പോരാ, ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം വരുമ്പോൾ ദാനിയേൽ അനുഭവം പറയാണ്, ഒരുവന് വേണ്ടി ഒരു രാത്രി മുഴുവൻ ദൈവം ഉണർന്നിരുന്നു. തന്റെ ദൂതന്മാരെ ഉണർത്തി, രാജാവിനെ ഉണർത്തി. സ്തോത്രം. സിംഹത്തിലെ വായെ ദൈവം അടച്ചു. ഒരുവന് വേണ്ടി, ഒരു ഭക്തന് വേണ്ടി 30 ലക്ഷം ജനത്തിന് വേണ്ടി താൻ ചെയ്യും. ഒരു ഭക്തന് വേണ്ടി ദൈവം ചെയ്യും. അത് ഇന്നും 2025 ഏപ്രിൽ മാസം അതേ ഇന്നലെ രാത്രിയും നിങ്ങൾക്ക് വേണ്ടിയും എനിക്ക് വേണ്ടിയും കർത്താവ് ചെയ്തു. അവനെ വിശ്വസിക്കായി. സ്തോത്രം. പൗലോസിനെ അനുഭവം പൗലോസ് പറയാണ്, ഈ രാത്രിയിൽ തന്റെ അവസാനത്തെ യാത്രയാ. പ്രൈസ് ദി ലോർഡ്. കപ്പൽ യാത്രയിലാണ്. എവിടെ പോവാ? ശരിയാണ്ടിയെ മരിക്കാൻ പോവാ. എവിടെ പോന്ന്? റോമയിലേക്ക് മരിക്കാൻ പോവാ. ആ മനുഷ്യനും 14 ദിവസം സൂര്യനെ കണ്ടിട്ടാണ്. ഞാൻ കർത്താവിനെ പലപ്പോഴും ചോദിച്ചു, കർത്താവ് ഇത്രയും പീഡ, ഇത്രയും കഷ്ടപ്പെടുത്തണോ? മരിക്കാൻ പോവാ, അങ്ങേക്ക് വേണ്ടി മരിക്കാൻ പോവാ. എന്നിട്ടും 14 ദിവസം അതേ സൂര്യനില്ല, ഭക്ഷണം കഴിച്ചിട്ടില്ല. സ്വതന്ത്രം. എന്നിട്ടും ആ മനുഷ്യൻ കുറ്റം പറഞ്ഞില്ല. കാരണം അത് വിടുവിപ്പാൻ തന്റെ ദൈവം എന്നോട് കൂടെ ഉണ്ട്. താൻ സാക്ഷ്യം പറയുന്ന 23-ാം വാക്യം 27, 23 പറയാണ്, എന്റെ ഉടയവൻ ഞാൻ സേവിച്ചു വരുന്നതുമായ എന്റെ ദൈവം തന്റെ ദൂതനെ എനിക്ക് വേണ്ടി അയച്ചു. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. തനിക്ക് വേണ്ടി മാത്രമല്ല, തന്നോട് കൂടെയുള്ള 275 ആത്മാക്കൾക്ക് വേണ്ടി ദൈവം അയച്ചു. അവരെ ധൈര്യപ്പെടുത്തി. സ്തോത്രം. നമുക്ക് വേണ്ടി രാത്രികൾ ദൈവമക്കളെ അത് ഭാരമല്ല. ഭാരമെന്ന് തോന്നിയാലും അതിന് പിറ്റേ ദിവസമുണ്ട്, ഒരു ദിനമുണ്ട്, അത് സൂര്യൻ ഉദിക്കുന്ന ഒരു സമയമുണ്ട്. ആ രാത്രി മുഴുവനും അവൻ നമ്മോട് കൂടെ ഉണ്ട്. ഭാരപ്പെടേണ്ട, ഭയപ്പെടേണ്ട, എന്ത് വിഷയമായിക്കോട്ടെ അവൻ നമ്മോട് കൂടെയുണ്ട്. സ്തോത്രം. എൻ്റെ ഒരു സാക്ഷ്യം കൂടി അത് പറഞ്ഞിട്ട് ഇരിക്കട്ടെ. സ്തോത്രം. സൈലന്റ് അറ്റാക്ക് വന്നു. അതിലും വലിയ വന്ന അനുഭവങ്ങൾ എൻ്റെ കുടുംബത്തിനുണ്ട്, നിങ്ങൾക്കും ഉണ്ട്. സ്തോത്രം. പക്ഷേ അതിനകത്തൊരു രസകരമായ കാര്യം എന്നെ ഓർപ്പിച്ച് പാസ്റ്റർ പറഞ്ഞപ്പോഴും പറയേണ്ടതെന്ന് വിചാരിച്ചു. പക്ഷേ പാസ്റ്റർ പറഞ്ഞപ്പോൾ ഒരു കാര്യം മാത്രം ഓർപ്പിക്കാൻ വേണ്ടിയാണ്. ഈ മാസം 8-ാം തീയതി ഒരു ചൊവ്വാഴ്ചയായിരുന്നു. ഞാൻ ഒരു സൂം മീറ്റിംഗ് ലീഡ് ചെയ്തു. പകലും വൈകിട്ടും ഉണ്ടായിരുന്നു. പകൽ ലീഡ് ചെയ്ത ശേഷമാണ് 1:30 അസ്വസ്ഥ തുടങ്ങിയത്. പകൽ രാവിലെ തൊട്ട് തുടങ്ങിയായിരുന്നു പ്രയാസങ്ങൾ. പക്ഷെ എന്താണെന്ന് നമുക്കും അറിയില്ല. സ്തോത്രം. കാരണം ഡോക്ടർമാരെ കണ്ടിട്ടും കാണിച്ചിട്ടും 10-20 വർഷമായി. എന്നിട്ട് ഇപ്പോഴും ഇത് സംഭവിച്ചിട്ടും കാണിച്ചില്ല. കാരണം ഇതിന് 20 വർഷം മുമ്പേ അത് ഹാർട്ട് അറസ്റ്റ് വന്നിട്ടുണ്ട്. അതിൽ നിന്ന് വിടുവിച്ച ദൈവം ആരോഗ്യം ആയുസ് നൽകി. ജമ്മു കാശ്മീരിലെ ദൈവം അയച്ചു എങ്കിൽ ആ കർത്താവ് ഇതും വിടുവിക്കും. സ്തോത്രം. പക്ഷെ രസം എന്റെ ഭാര്യ അന്ന് ആദ്യമായിട്ട് ഇവിടെ വന്നേ പിന്നെ ഒരു ലേഡീസ് മീറ്റിങ്ങിന്
പോയി പായിപ്പാട് കുറച്ച് ദൂരം പോയി ആദ്യമായിട്ട്. മറ്റേത് പോയി കഴിഞ്ഞാൽ അടുത്ത കോളേജിൽ പോകും, 1 മണി 1:30 ആകുമ്പോൾ തിരിച്ചു വരും. പക്ഷേ ഈ സമയം കർത്താവിനറിയാം. അവിടെ പോയി വരുമ്പോഴത്തേക്ക് 3:30 മണിയാവുമെന്ന് കർത്താവിനറിയാം. എനിക്കറിയില്ല, അവൾക്കറിയില്ല. കർത്താവ് അതുകൊണ്ട് അതേ ദിവസം കണക്കാക്കി ഒരു അറ്റാക്ക് തന്നു, സൈലന്റ്. ഏകദേശം ഈ സൂം മീറ്റിംഗ് കഴിഞ്ഞ് 1:30 മണിയായപ്പോഴത്തേക്കും വെട്ടി. അത് ഞാൻ വിയർക്കാൻ തുടങ്ങി, വേദന വന്നു. അത് ബാത്റൂമിൽ പോയി, എന്തൊക്കെ വിവിഷ്ടങ്ങള്. എന്താ സംഭവിക്കുന്നത് എനിക്കറിയില്ല. ആരോ വിളിക്കാനും പറ്റിയില്ല, ഒന്നും പറയാൻ പറ്റില്ല, ഒന്നും ചെയ്യില്ല. സ്വന്തം അവിടെ ഇരുന്ന വീട്ടിൽ ഞാൻ ഒറ്റയ്ക്ക് 1.5 മണിക്കൂർ അതേ സമയം വിയർത്തൊഴുക. 3:30 മണിക്ക് എൻ്റെ ഭാര്യ വന്നപ്പോഴാണ് ഞാൻ ഈ അവസ്ഥയിൽ ഇരിക്കുന്നത് കാണുന്നത്. പക്ഷെ എന്നാൽ തറയെ വീഴുകയോ വീണൽ കാലോടുകയോ തല പൊട്ടുകയോ ഒന്നും ചെയ്തില്ല. അവന്റെ സംരക്ഷണം മാത്രം. ടൈമിങ് പാസ്റ്റർക്കാരെ പറഞ്ഞത് തക്ക സമയം. ഇതും കൂടി ഒരു തക്ക സമയം ആട്ടാ, ഇതും കൂടി ഒരു തക്ക സമയം ആണ്. സ്വോത്രം പറയണം. എന്ത് തക്ക സമയത്ത് ഭാര്യയെ വിടുവാനും അവിടെ വരുവാനും ആ ഗ്യാപ്പ് നോക്കി കർത്താവ് അറ്റാക്ക് വന്നു. ആരുമില്ല. പക്ഷെ ആരുമില്ലെങ്കിലും കർത്താവ് പറയാറ് വേറെ ആരും വേണ്ട. ആമേൻ. വേറെ ആരും ഇല്ലെങ്കിലും രാകേഷ്, ഞാൻ നിന്നോട് കൂടെയുണ്ട്. നീ ആ കാര്യം ഇനിയുള്ള നാളുകളിൽ ധൈര്യത്തോടെ എൻ്റെ സഭയോട് പറഞ്ഞ് ദൈവദാസനോട് പറഞ്ഞ് അവനെ ബലപ്പെടുത്തണം. ആരുമില്ലെങ്കിലും അത് ഏത് അവസ്ഥ വന്നാലും കൂടെ ഉള്ളവൻ. കാരണം അവൻ അറ്റാക്ക് അനുഭവിച്ചതാ, അവൻ ക്യാൻസർ അനുഭവിച്ചതാ, അവൻ വേദന അനുഭവിച്ച കർത്താവാകിയ സ്തോത്രം. കർത്താവ് നമ്മൾ അനുഗ്രഹിക്കേണ്ട സമയം നൽകിയ ദേവദാസനോടും സമയം നമ്മെ അറിയിക്കുന്ന കർത്താവ് സഹായിക്കട്ടെ. പ്രിയപ്പെട്ട നല്ല വചനം ഈ പകരം നാം കേട്ടുകൊണ്ടിരുന്ന ദൈവം നൽകി തന്നിട്ട് നല്ല സാക്ഷ്യങ്ങൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന്റെ മുഖം നൽകി